ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് ആണ്. 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് 1 മണിക്കൂർ കുതിർത്തി വെക്കാം. ഒരു പുഡിംഗ് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കാം. 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കത് ചെറുതായി മുറിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചെടുത്ത ബ്രെഡ് പീസ് ഇട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കുതിർത്തി വെച്ച ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാനിലേക്ക് നേരത്തെ അടിച്ചു വെച്ച ബ്രെഡ് ചോക്ലേറ്റ് മിശ്രിതം ഒഴിക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസ് ഒഴിക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തിക്കായി കിട്ടും. ഇപ്പം നല്ല ചോക്ലേറ്റിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച പുഡിംഗ് മോൾഡിലേക്ക് ഒഴിക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മെലൺ സീഡ്സ് ആണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്. ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കറക്റ്റ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 4 മണിക്കൂർ വെച്ച് തണുപ്പിക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിരിക്കുന്നുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്യാം. ഇപ്പം നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി മറ്റൊരു പ്ലേറ്റും കൂടെ വെച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് അൺമോൾഡ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.